ഹലോ, എല്ലാവർക്കും ജെസ്സിസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അച്ചാർ എന്ന് വെച്ചാൽ ലെമൺ ആൻഡ് ഡേറ്റ്സ്, ലെമണും ഡേറ്റ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അച്ചാറാണ്. നല്ല അടിപൊളി അച്ചാറാണിത്. അപ്പം അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കിലോയിൽ കൂടുതൽ ലെമൺ എടുത്തിട്ടുണ്ട്. അത് ആവിയിൽ പുഴുങ്ങിയിട്ട് മുറിച്ച് അതിൻ്റെ കുരുവൊക്കെ മാറ്റി ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 250 ഗ്രാം ഡേറ്റ്സ് ആണ്. നമ്മൾ എത്ര ലെമൺ എടുക്കുന്നുണ്ടോ അതനുസരിച്ച് ഡേറ്റ്സ് എടുക്കണം. ഡേറ്റ്സിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കണ്ടോ, ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അപ്പം ഞാൻ അധികം വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ഇടുന്നില്ല. അതിന് പകരം വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് അരച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം ഈ പിള്ളേരൊക്കെ ഈ അച്ചാറിൽ നിന്ന് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ട്, അതൊക്കെ പെറുക്കി മാറ്റിക്കളയും. അപ്പോൾ അത് വേസ്റ്റായി പോവില്ലേ. അത് കാരണം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ചേർക്കാൻ പോവാണ്. കുറച്ച് കായപ്പൊടി, ഉലുവായും കടുകും പൊടിച്ച പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് ഞാൻ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചു. ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിത് കുക്കിംഗ് ഓയിലാണ്, ഞാൻ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് കുക്കിങ്ങിന്. അപ്പോൾ ആ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്, നല്ലെണ്ണയൊന്നുമല്ല. ഓയിൽ ഒഴിച്ചു. ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. കടുക് ഇടുന്നില്ല കേട്ടോ. ഞാൻ നമ്മുടെ ഡേറ്റ്സും ലെമണും കൂടെയുള്ള അച്ചാറായതുകൊണ്ട് കടുക് ഇടുന്നില്ല. ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം, വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വാടട്ടെ. എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് വഴന്നിട്ടുണ്ട്. ഞാൻ 2 അതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ചെറുതാക്കിയേ വയ്ക്കാവുള്ളൂ. അതിനോടൊപ്പം തന്നെ നമുക്കിതിനാവശ്യത്തിന് വേണ്ട കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ലെമൺ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പാകത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ഞാൻ ഉപ്പിട്ടു. നമുക്ക് ബാക്കി ഉപ്പ് നമുക്കുണ്ടല്ലോ അല്പം വെള്ളത്തിൽ കലക്കി ഒഴിക്കാം. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ഡ്രൈ അല്ലേ, അപ്പം അത് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഡേറ്റ്സ് ഇടാം. അത് കഴിഞ്ഞിട്ട് മതി ലെമൺ. നന്നായിട്ട് തിളച്ചു. നമുക്ക് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം ലെമൺ ആഡ് ചെയ്താൽ മതി. കാരണം നമ്മുടെ ലെമണൊക്കെ ഓൾറെഡി ഇതിൽ കുക്കായതാണ്. നമ്മൾ വാട്ടിയതാണല്ലോ, ആവിയിൽ വാട്ടിയിട്ട് നമ്മൾ എടുത്തതാണ് ലെമണ്. നമ്മുടെ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മാക്സിമം കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട് ലെമണിൻ്റെ ഉള്ളിലത്തെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇനി പുളി കൂടുതലാണ്, ഡേറ്റ്സിന് മധുരം കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കൊന്നും വേണ്ട, നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഉടനെ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഇത് കുറച്ച് ദിവസം, ഒരു 10-15 ദിവസം ഒന്ന് ഇരിക്കണം. അപ്പോഴേക്കും ഈ ലെമണിൻ്റെ പുളിയും കയ്പും ഒക്കെ ഇറങ്ങി ഡേറ്റ്സിൻ്റെ മധുരവും എല്ലാം കൂടെ ചേർന്നൊന്ന് നല്ല മിക്സ് ആവും. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിയാണ് ഇത് കൂട്ടാനായിട്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലെമൺ ആൻഡ് ഡേറ്റ്സ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമുക്കിതൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമായിട്ട് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ല ഈ അടിപൊളിയായിട്ടുള്ള ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിൾ നിങ്ങളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.